ആരെയും നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന വ്യക്തിത്വം അഥവാ ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ആകാൻ ഈ 10 രഹസ്യ നിയമങ്ങൾ അറിഞ്ഞാൽ മതി. ഇന്നീ ലോകത്ത് വെറും ബുദ്ധിശക്തി കൊണ്ടോ നിങ്ങൾക്ക് പ്രത്യേക കഴിവുകൾ ഉണ്ടായതുകൊണ്ടോ മാത്രമോ ജീവിത വിജയം നേടാൻ സാധിക്കില്ല. അതിന് നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളെ ആകർഷിക്കേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു വലിയ ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നന്നായി ഒരുങ്ങിയിട്ടാണ് നിങ്ങൾ പോയത്. പക്ഷെ അവിടെ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും വേറെ ആരോടൊക്കെയോ ചിരിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ അന്തരീക്ഷത്തിൽ വെറുതെ അലിഞ്ഞു പോകുന്നു. നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് പോലും ആരും അറിയാത്തതുപോലെ ഒരു തോന്നൽ. സുഹൃത്തേ, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയാമോ? നിങ്ങളെ ആരെങ്കിലും വന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ഓരോ നോട്ടത്തിലും പ്ലീസ് എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ എന്നൊരു യാചനയുണ്ട്. ആ മനസ്ഥിതി നിങ്ങളെ ദുർബലനായി മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കുന്നു. ആകർഷകമായ വ്യക്തിത്വമുള്ളവർ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി കാത്തു നിൽക്കാറില്ല. അവർക്ക് മുന്നിൽ ലോകം വഴിമാറിക്കൊടുക്കും. അത് പണം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ അല്ല, അവർ ചില മനഃശാസ്ത്ര തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോ ഒരു സാധാരണ ഉപദേശമല്ല, ഇതൊരു മാറ്റമാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്കു വേണ്ടി യാചിക്കുന്ന ആ പഴയ നിങ്ങളെ ഇന്നിവിടെ അവസാനിപ്പിക്കുക. ഇനി പറയാൻ പോകുന്ന ഈ 10 നിയമങ്ങൾ അത് നിങ്ങളുടെ സോഷ്യൽ ലൈഫ് തന്നെ മാറ്റിമറിക്കും. ഒന്നാമത്തെ നിയമം, വാലിഡേഷൻ ട്രാപ്പ്. അംഗീകാരത്തിനു വേണ്ടി ഭിക്ഷ ചോദിക്കുന്നത് നിർത്തുക. നമ്മുടെ തലച്ചോറ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നീഡിയായ ആളുകളെ അകറ്റി നിർത്താനാണ്. നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ എത്രത്തോളം കിണഞ്ഞു പരിശ്രമിക്കുന്നുവോ അത്രത്തോളം ആളുകൾ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും. 2 പേർ ഒരു ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോകുന്നത് സങ്കൽപ്പിക്കുക. ഒന്നാമൻ എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അമിതമായി ചിരിക്കുന്നു. എല്ലാവരോടും യെസ് സർ എന്ന് പറയുന്നു. അയാളുടെ ഓരോ നോട്ടത്തിലും പ്ലീസ് എന്നെ ഒന്ന് ഇഷ്ടപ്പെടുമോ എന്നൊരു ഭയം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നാൽ രണ്ടാമൻ ശാന്തനാണ്. അയാൾ അമിതമായി ചിരിക്കുന്നില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുന്നു. അയാൾക്ക് ആ ജോലി വേണം, പക്ഷെ കിട്ടിയില്ലെങ്കിലും തൻ്റെ മൂല്യം കുറയുകയില്ല എന്നൊരു ഉറച്ച വിശ്വാസം അയാളിലുണ്ട്. സൈക്കോളജി പ്രകാരം നിങ്ങൾ മറ്റൊരാളുടെ അംഗീകാരത്തിനു വേണ്ടി കാത്തു നിൽക്കാത്ത നിമിഷം ലോകം നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും. നിങ്ങൾ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കാത്തപ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷകനാകുന്നത്. രണ്ടാമത്തെ നിയമം, സ്ലോ ഡൗൺ. ചലനങ്ങളിൽ ഒരു രാജാവിനെപ്പോലെ സാവകാശം കൊണ്ടുവരിക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സിംഹത്തെയോ അല്ലെങ്കിൽ ഒരു വലിയ നേതാവിനെയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊരിക്കലും വെപ്രാളപ്പെട്ടോടാറില്ല. ആത്മവിശ്വാസമില്ലാത്തവരാണ് എപ്പോഴും വെപ്രാളപ്പെട്ട് സംസാരിക്കുന്നതും വേഗത്തിൽ ചലിക്കുന്നതും. നിങ്ങളുടെ തലച്ചോറിനൊരു സന്ദേശം നൽകുക: എനിക്കൊന്നിനും തിരക്കില്ല, സാഹചര്യം എൻ്റെ നിയന്ത്രണത്തിലാണ്. അടുത്ത തവണ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൻ്റെ വേഗത അല്പം കുറയ്ക്കുക. നിങ്ങളുടെ കൈകളുടെ ചലനങ്ങൾ സാവധാനത്തിലാക്കുക. ഒരു മുറിയിലേക്ക് കയറുമ്പോൾ വാതിലിൽ തട്ടി നിൽക്കാതെ ആത്മവിശ്വാസത്തോടെ സാവധാനം നടക്കുക. നിങ്ങൾ സാവധാനം ചലിക്കുമ്പോൾ മറ്റുള്ളവരുടെ സബ്കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കും നിങ്ങൾ ഉയർന്ന പദവിയുള്ള വ്യക്തിയാണെന്ന്. മൂന്നാമത്തെ നിയമം, ഐ കോണ്ടാക്ട്. കണ്ണുകളിൽ നോക്കി സംസാരിക്കാനുള്ള കരുത്ത് നേടുക. സംസാരിക്കുമ്പോൾ നോട്ടം മാറ്റുന്നവൻ തോറ്റുപോയവനാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടെ കണ്ണുകൾ മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തോ ഒളിക്കുന്നുവെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയമുണ്ടെന്നോ അവർ കരുതും. എന്നാൽ അതൊരു തുറിച്ചുനോട്ടമാകരുത്. പകരം ആ കണ്ണുകളിൽ നോക്കി ചെറിയൊരു പുഞ്ചിരി നൽകുക. സംസാരിക്കുമ്പോൾ 70% സമയവും കണ്ണുകളിൽ നോക്കുക. അവർ സംസാരിച്ച് നിർത്തിയാലും പെട്ടെന്ന് നോട്ടം മാറ്റരുത്. 1 സെക്കൻഡ് കൂടി ആ കണ്ണുകളിൽ നോക്കി പുഞ്ചിരിക്കുക. സൈക്കോളജി പ്രകാരം കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്നവരെ ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം കാണിക്കാനുള്ള ഒരു വലിയ ആയുധമാണ്. നാലാമത്തെ നിയമം, ലിസണിംഗ്. കേൾവിയുടെ കല സ്വായത്തമാക്കുക. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യം. എല്ലാവർക്കും സ്വന്തം കഥകൾ പറയാനാണിഷ്ടം. നിങ്ങളൊരു ഗ്രൂപ്പിൽ ചെന്ന് നിങ്ങളുടെ നേട്ടങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞാൽ ആളുകൾക്ക് നിങ്ങളോട് ബോറടിയോ അസൂയയോ തോന്നും. പകരം നിങ്ങൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അവർക്ക് അവരെക്കുറിച്ച് സംസാരിക്കാൻ അവസരം നൽകുക. അതിനുശേഷം എന്തുണ്ടായി, നിങ്ങൾക്കപ്പോൾ എന്തു തോന്നി എന്ന് ചോദിക്കുക. നിങ്ങളൊന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും ആ വ്യക്തി പോയി കഴിഞ്ഞ് ചിന്തിക്കും ഇയാൾ എന്ത് നല്ല മനുഷ്യനാണ് എന്ന്. കാരണം നിങ്ങൾ നൽകിയത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ്, നിങ്ങളുടെ ശ്രദ്ധ. അഞ്ചാമത്തെ നിയമം, മിസ്റ്ററി. ഒരു നിഗൂഢതയായി മാറുക. എല്ലാവർക്കും എല്ലാം അറിയുന്ന ഒരു പുസ്തകം ആരും രണ്ടാമത് വായിക്കും. നിങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാക്കരുത്.
രാവിലെ എഴുന്നേറ്റതു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ നിങ്ങൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് നിർത്തുക. നിങ്ങളുടെ പ്ലാനുകൾ രഹസ്യമാക്കി വയ്ക്കുക. നിങ്ങളെക്കുറിച്ച് ആളുകൾക്ക് പൂർണ്ണമായി അറിയില്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള കൗതുകം കൂടി വരും. ഓർക്കുക, കുറച്ച് സംസാരിക്കുന്നവർക്കാണ് എപ്പോഴും കൂടുതൽ വില ലഭിക്കുന്നത്. അവസാന 5 നിയമങ്ങളിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വലിയ കരുത്താണ്. 6ാമത്തെ നിയമം, ദ പവർ ഓഫ് നോ. ഇല്ല എന്ന് പറയാൻ പഠിക്കുക. എല്ലാവരോടും ശരിയെന്ന് പറയുന്നവനെ ആരും ബഹുമാനിക്കില്ല. അവനെ എല്ലാവരും ഒരു യൂസ് ആൻഡ് ത്രോ വസ്തുവായി കാണും. നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അത് ധൈര്യത്തോടെ തുറന്നു പറയുക. നിങ്ങളുടെ അതിർവരമ്പുകൾ വ്യക്തമാക്കുക. എനിക്കിപ്പോൾ വരാൻ കഴിയില്ല എന്ന് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ നൽകുന്ന വില മറ്റുള്ളവർക്കും മനസ്സിലാകും. നിങ്ങളെ നഷ്ടപ്പെടുമെന്ന ഭയം അവരിൽ ഉണ്ടാക്കാൻ ഈ നിയമത്തിന് കഴിയും. 7ാമത്തെ നിയമം, സൈലൻസ്. നിശബ്ദതയെ ഒരായുധമാക്കുക. 2 പേർ സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊരു മൗനം വന്നാൽ പലരും ടെൻഷൻ അടിക്കും. ആ മൗനം മാറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയും. എന്നാൽ ആകർഷകമായ വ്യക്തികൾ ആ നിശബ്ദതയെ ആസ്വദിക്കും. ഒരാൾ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ ഉടൻ മറുപടി പറയരുത്. 3 സെക്കൻഡ് ഒന്ന് നിർത്തി അയാളുടെ കണ്ണുകളിൽ നോക്കി ആലോചിച്ച ശേഷം മാത്രം സംസാരിക്കുക. നിങ്ങളുടെ വാക്കുകൾക്ക് പൊന്നിന്റെ വില ലഭിക്കുന്ന നിമിഷമാണിത്. 8ാമത്തെ നിയമം, ഓൺ വേൾഡ്. സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി യാചിക്കാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ശരീരം നന്നാക്കുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, നിങ്ങളുടെ കരിയറിൽ വിജയിക്കുന്നു. ഈ തിരക്കുകൾക്കിടയിൽ നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അവർ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഗ്രഹങ്ങൾ താനെ അതിനു ചുറ്റും കറങ്ങാൻ തുടങ്ങും. നിങ്ങളും അതുപോലെ സ്വയം പ്രകാശിക്കുന്ന ഒരാളാകുക. 9ാമത്തെ നിയമം, ഡിറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് ഉപേക്ഷിക്കുക. ഇതാണ് ഏറ്റവും പവർഫുൾ നിയമം. ഒരാൾ നിങ്ങളെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, ഒരാൾ നിങ്ങളോട് സംസാരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു മാറ്റവും സംഭവിക്കില്ല എന്ന അവസ്ഥയിലേക്കെത്തുക. എനിക്ക് ആരെയും നിർബന്ധമില്ല എന്ന ഭാവം നിങ്ങളുടെ മുഖത്തുണ്ടാകണം. ആളുകൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന ഭയമുണ്ടാകണം. നിങ്ങൾ ആരുടെയെങ്കിലും പിന്നാലെ നടക്കുമ്പോൾ ആ ഭയം അവർക്കുണ്ടാകില്ല. പകരം നിങ്ങൾ അകന്നു നിൽക്കുമ്പോൾ അവർ നിങ്ങളെ തേടിവരും. 10ാമത്തെ നിയമം, സെൽഫ് റെസ്പെക്റ്റ്. നിങ്ങളെ തന്നെ ബഹുമാനിക്കുക. മറ്റാരേക്കാളും മുൻപ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം. നിങ്ങളുടെ വസ്ത്രധാരണം, നിങ്ങളുടെ ശുചിത്വം, നിങ്ങളുടെ സംസാരം, ഇതിലൊക്കെ ഒരു നിലവാരം പുലർത്തുക. തമാശയ്ക്ക് പോലും നിങ്ങളെ തന്നെ കളിയാക്കരുത്. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നുവോ അങ്ങനെ മാത്രമേ ഈ ലോകം നിങ്ങളെ കാണൂ. നിങ്ങളൊരു രാജാവാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ അങ്ങനെ കാണൂ. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്വയം മാറാനുള്ള ആഗ്രഹമുണ്ടെന്ന് വ്യക്തമാണ്. അങ്ങനെയുള്ളവർക്കായി മാത്രം ഇതാ 5 പവർഫുൾ ബോണസ് നിയമങ്ങൾ. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് വലിയ മാറ്റമുണ്ടാക്കും. നിയമം 11, ദ പവർ ഓഫ് റിഫ്ലെക്റ്റീവ് പോസ്. മറുപടി നൽകുന്നതിലെ പക്വത. ഒരാൾ സംസാരിച്ച് നിർത്തിയ ഉടനെ ചാടിക്കയറി മറുപടി പറയുന്ന സ്വഭാവം മാറ്റുക. അവർ സംസാരിച്ചു കഴിഞ്ഞാൽ 1-2 സെക്കൻഡ് സമയമെടുക്കുക. നിങ്ങൾ പെട്ടെന്ന് മറുപടി നൽകാതിരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും ആലോചിച്ചാണ് സംസാരിക്കുന്നതെന്നും അവർക്ക് തോന്നും. ഇത് നിങ്ങളെ ഒരു പക്വതയുള്ള വ്യക്തിയായി കാണിക്കും. നിങ്ങളുടെ ഓരോ വാക്കിനും മറ്റുള്ളവർക്ക് കൂടുതൽ ബഹുമാനം തോന്നും. നിയമം 12, പോസിറ്റീവ് ഗോസിപ്പ്. ഇല്ലാത്തപ്പോഴും കൂടെ നിൽക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവരുടെ പുറകിൽ പറയുക എന്നത് വളരെ മോശമായ സ്വഭാവമാണ്. എന്നാൽ നമ്മൾ ഇതിനെയൊന്ന് മാറ്റാൻ പോവുകയാണ്. ഒരാൾ നിങ്ങളുടെ കൂടെ ഇല്ലാത്തപ്പോൾ അയാളുടെ നല്ല വശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുക. ഇപ്പോൾ കൂടെ ഇല്ലാത്ത ഒരാളെക്കുറിച്ച് ഇത്രയും നല്ലത് പറയുന്ന നിങ്ങൾ എന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാകും എന്നൊരു വിശ്വാസം കേട്ടു നിൽക്കുന്നവരിൽ ഉണ്ടാകും. ഈ ഒരു ശീലം നിങ്ങളെ ഒരു വിശ്വസ്തനായ വ്യക്തിയാക്കി മാറ്റും. ലോകം ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നതും വിശ്വസ്തതയെയാണ്. നിയമം 14, നെയിം റെക്കഗ്നീഷൻ. പേരിന്റെ മാന്ത്രികത. സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേര് ഇടയ്ക്കുപയോഗിക്കുക. നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിക്കുന്നതിനേക്കാൾ രാഹുൽ, നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചു നോക്കൂ. ഓരോ മനുഷ്യനും ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് സ്വന്തം പേരാണ്. നിങ്ങൾ അവരുടെ പേരുപയോഗിക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് വല്ലാത്തൊരടുപ്പം തോന്നും. നിങ്ങളെ ഒരു പ്രത്യേക ഇഷ്ടത്തോടെ അവർ ഓർത്തുവെക്കും. നിയമം 13, ഡിഗ്നിറ്റി ഇൻ ക്രിറ്റിസിസം. വിമർശനങ്ങളിലെ മാന്യത. ആരെങ്കിലും നിങ്ങളെ കളിയാക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ
ഉടൻ തന്നെ പ്രതിരോധിക്കാനോ തിരിച്ചു കളിയാക്കാനോ നിൽക്കരുത്. പകരം ഒരു പുഞ്ചിരിയോടെ "അതൊരു നല്ല പോയിന്റാണല്ലോ, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ട്" എന്ന് പറയുക. നിങ്ങൾ വിമർശനങ്ങളിൽ തളരുന്നില്ലെന്നും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ നല്ല വിശ്വാസമുണ്ടെന്നും ഇത് കാണിക്കുന്നു. നിങ്ങളെ വേദനിപ്പിക്കാൻ വന്നവർ പോലും നിങ്ങളുടെ ഈ പക്വത കണ്ട് നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും. നിയമം 15. ലീവിംഗ് ദം ബെറ്റർ. സന്തോഷത്തോടെ യാത്ര പറയുക. ഒരു വ്യക്തിയോട് സംസാരിച്ച് പിരിയുമ്പോൾ അവർക്കൊരു ചെറിയ പുഞ്ചിരിയോ അല്ലെങ്കിൽ ഒരു നല്ല വാക്കോ നൽകി മാത്രം പിരിയുക. നിങ്ങളോട് സംസാരിച്ചതിൽ സന്തോഷം എന്ന് ആത്മാർത്ഥമായി പറയുക. ആളുകൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഓർത്തുവെക്കുക നിങ്ങളോട് സംസാരിച്ചപ്പോൾ അവർക്കെന്ത് തോന്നി എന്നതിനെയാണ്. അവരിൽ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കി നിങ്ങൾ പിരിയുമ്പോൾ വീണ്ടും നിങ്ങളെ കാണാൻ അവരാഗ്രഹിക്കും. ആ ആഗ്രഹമാണ് നിങ്ങളെ ഒരു കാന്തമാക്കി മാറ്റുന്നത്. സുഹൃത്തെ, ഈ നിയമങ്ങൾ പ്രവർത്തികമാക്കാൻ ധൈര്യം വേണം. നാളെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഈ ലോകം പഴയതുപോലെ തന്നെയായിരിക്കും. പക്ഷേ നിങ്ങൾ പഴയ ആളായിരിക്കരുത്. തലയുയർത്തിപ്പിടിച്ച് നടക്കുക.